ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ പ്രവീൺ വലച്ചിറ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വലച്ചിറ എന്ന ഗ്രാമത്തിലാണ്. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അസാധ്യ കലാകാരനാണ്. ആളൊരു അസാധ്യ കലാകാരൻ മാത്രമല്ല, ഒരു പ്രകൃതി സ്നേഹം കൂടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളെ സൃഷ്ടികൾ മുഴുവൻ ആ പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊണ്ടുള്ള സൃഷ്ടികളാണ്. നമുക്ക് ആളിന്ന് പരിചയപ്പെട്ടാലോ? വയോ. അപ്പൊ നമുക്ക് ആ കലാകാരൻ ചെയ്തു വെച്ചിട്ടുള്ള ആളുടെ കഴിവുകൾ എന്താന്ന് ശരിക്കും നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഉച്ച സമയമാണ്. പക്ഷെ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രത്യേക ഒരു തണവും വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുള്ള ഒരു ഇതാ നമുക്ക് ഫീൽ ചെയ്യണത്. നമുക്കൊരു എത്ര ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടായിട്ടോ എന്തെങ്കിലും ആയിട്ട് വന്നു കഴിഞ്ഞാലും ഈ സൃഷ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാം മൈൻഡായിട്ട് വരും. അതേമാതിരിയാണ് ഓരോ സൃഷ്ടികളും. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഓരോ കാര്യങ്ങളും ആൾ ചെയ്തു വെച്ചേക്കുന്നത് ശരിക്കും പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാതും ചെയ്തു വെച്ചേക്കുന്നത്. ആ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞിട്ട ആള് ഇതായിരിക്കുന്ന ആളാണ്. ആളുടെ പേര് ദീപക് ജോൺ എന്നാണ്. നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. ഹലോ. ഹായ് പ്രവീൺ. ഹലോ. നല്ല തിരക്കിലാന്ന് തോന്നുന്നു. തിരക്ക് ഇപ്പൊ ഒരു ചെറിയൊരു ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ എറണാകുളത്ത് വരുന്നുണ്ട് ഡിസംബറിൽ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച്. അപ്പൊ ദീപക്, നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊരു പുതിയ കാഴ്ചയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർക്കും ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും, പല ആൾക്കാർക്കും പുതിയ കാഴ്ചയായിരിക്കും. പക്ഷെ അപ്പോൾ അതിനൊന്ന് വ്യക്തമായിട്ടൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയാം. ഇത് ശരിക്കും എല്ലാവരും ഇപ്പൊ നോർമലി നമുക്കിതിനെ ഒന്നുകൂടി നിന്ന് താഴ്ന്നു നിന്ന് കാണുകയാണെങ്കിൽ നമുക്കൊരു ട്രീയുടെ അടുത്തൊരു ട്രീ ഹൗസ് നിൽക്കുന്നു അല്ലെ, നമുക്ക് താഴ്ത്തുന്നു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ അല്ലേ. അങ്ങനെ അതായത് നമ്മള് നോർമൽ പ്ലാന്റഡ് അക്വേറിയം എന്നുള്ള കോൺസെപ്റ്റിന് അല്ലാതെ നമുക്കൊരു തീം പോലെ ചെയ്ത അങ്ങനത്തെ ഒരു ടൈപ്പ് അങ്ങനെ ഞാൻ ചെയ്ത എൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ ചെയ്തു നോക്കണം. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ വരാന് ദീപകിന് എന്താണ് ഇതിലേക്ക് ഒരു പ്രചോദനമായിട്ടുള്ളത്? അത് എനിക്ക് എങ്ങനെ പറയാ, ഞാനൊക്കെയും പരീക്ഷിക്കുകയാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ പ്രൊഫഷണലി ഒന്നും പഠിച്ചിട്ടുള്ളത്. ഇതെന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തു പോണു. അപ്പൊ ഇത് കൂടാണ്ട് ബോൺസൈഡ് വർക്കുകളും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ദീപക് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അഡീഷണൽ ആയിട്ട്? വല്ല എന്റെ പ്രൊഫഷൻ ശരിക്കും സ്പോർട്സ് ടീച്ചറാണ്. അത് ഫീൽഡ് എന്റെ ഒരു ഫിറ്റ്നസിന്റെ വെയിറ്റ് ലോസ് പ്രോഗ്രാം അത് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള റെസ്റ്റിംഗ് ടൈം ഞാൻ ഈ ഡ്യൂട്ടി മാറി. അപ്പൊ ദീപക്, നമുക്ക് ഇപ്പൊ ഈ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു, പല കാര്യങ്ങളും കണ്ടു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഇത് ദീപകിൻ്റെ ഈ സൃഷ്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാൾ എന്നോട് പറയണേ, പ്രവീൺ ചേട്ടാ നമുക്കിത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗാർഡനിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബോൺസൈഡ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും അവരുടെ അടുത്ത്? ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ആവശ്യക്കാർ വരുന്ന സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അത് അവരുടെ എൻ്റെ ടൈമും എനിക്കിപ്പോ കുറച്ച് ടൈം കിട്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കി വെക്കും. അപ്പൊ ഇവിടെ റെഡിയിലുള്ള പ്രോഡക്ട്സ് ചിലര് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇഷ്ടപ്പെട്ടു കണ്ട് അങ്ങനെ കളക്ട് ചെയ്ത് പോവാറുണ്ട്. കൂടുതലും മുൻകൂട്ടി ഓർഡർ തരും നമുക്ക്. അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഒഴിവ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അവരുടെ ടൈമൊക്കെ കൂടി സെറ്റ് നമ്മളൊരു ഇതിനു വേണ്ടി ഇഷ്ടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ടൈം എന്നൊന്നും പറയാൻ പറ്റില്ല. ടൈമൊക്കെ നമുക്ക് വലിയ വർക്കുകളൊക്കെ വരുമ്പോഴാണ് അങ്ങനെ. ഞാൻ ഈ ഗാർഡൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് പരിപാടികള്, അതേപോലെ ചെറിയ വാട്ടർ പോണ്ടുകളൊക്കെ, നാച്ചുറൽ പോണ്ടുകൾ, അതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് ഇത്ര ദിവസം കൊണ്ട് റെഡിയാക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് 100% അതിലേക്ക് എത്താൻ പറ്റില്ല. ഞാൻ തന്നെ ഒരു പയ്യനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രം നിന്നിട്ടാണ് ഈവൻ ബംഗാളികളൊക്കെ കിട്ടുന്ന പണി പോലും ഞങ്ങളാ ചെയ്യുന്നത്. സോ അതിലൊക്കെയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നുള്ളൂ. ആളുകൾ കൂടുന്തോറും അത് നമുക്ക് അതിലേക്ക് വേണ്ടി ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യങ്ങളാണ് കണ്ടത്. അതായത് ഗാർഡൻസും എന്തൊക്കെ പ്രകൃതി ശരിക്കും ഇങ്ങോട്ട് ഒപ്പിവെച്ച പോലുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് കൂടാണ്ട് ഈ ഗാർഡനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര, അതായത് സമയം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഇത് ഞാൻ മാത്രമല്ല, ഇവിടെ ഫാമിലി എന്ന് പറയുമ്പോഴേ അപ്പച്ചനും ഉണ്ട് അമ്മച്ചിയും ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടി നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫാമിലി സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ്. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എത്താൻ പറ്റുള്ളൂ.
ഇത്രയും ഏരിയ ഫുള്ള് നനയ്ക്കണം, ഈവൺ അത് ക്ലിയർ ആക്കണം, അവർക്ക് ഏജ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ നിന്ന് ഒന്ന് ഭംഗിയാക്കി എടുക്കുമ്പോൾ ഇതാണ് എന്റെ കാർവിങ്ങിന്റെ കല്ല് പൊട്ടിക്കൽ ഏരിയ. കാല് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്റെ കല്ലിന്റെ ഏരിയ ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഭയങ്കര പൊടിയുള്ള ഒരിക്കലും അപ്പൊ റിസ്കിയാണ്. പൊടിയുടെ കാര്യം പറഞ്ഞപ്പോളാ എന്നെ സംബന്ധിച്ച് തീരെ പറ്റില്ല അത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയുടെ അലർജി ഉള്ള ആളാ. അത് ഈ പറയുന്ന സംഭവത്തിലുള്ള ടൈമൊക്കെ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഒരു റോക്കൊക്കെ കാർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അതിന്റെ റിസ്കുകളും കൂടി ഉണ്ട്. ഈവൻ ബ്ലേഡ് കട്ടാവുക, പല രീതിയിൽ. ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മുഖത്തേക്ക് തെറിക്കും. നമുക്കിത് അപകടകരമായിട്ട് മാക്സിമം നമ്മൾ സേഫായിട്ട് ചെയ്തെടുക്കാം. പ്രൊട്ടക്ഷൻ ഇതൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ എടുത്താൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ മാക്സിമം ഞാനിപ്പോൾ ഈവൻ റീൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈവൻ ഫേസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഞാൻ ഇത് മാക്സിമം ഇത് ചെയ്ത് മൊത്തം മാസ്ക് കംപ്ലീറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പൊ ആരെങ്കിലും ചെയ്യണമെങ്കിൽ ഗ്ലൗസോ കാര്യങ്ങളോ വെച്ച് ചെയ്തില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പൂവുണ്ടല്ലോ, ഈ മഞ്ഞ കളറിൽ കാണുന്നത്, ഇപ്പൊ ആ ചെടി അതിനെന്താ പറയാ നമ്മള്? ഇത് കാറ്റ്സ് ക്ലോ എന്നാ പറയാ. കാറ്റ്സ് ക്ലോ. ഇതിപ്പോ പൂച്ചയുടെ നഖം എന്നുള്ള ഒരു അർത്ഥത്തില് കാറ്റ്സ് ക്ലോ. ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ. അതെ, എന്ത് ഭംഗിയത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു വ്യൂ അല്ല, ഒരു കൊട്ടാരത്തിലേക്ക് നടന്നു വരുന്ന അത്രയും. നമ്മൾ മൈസൂരൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഒരു കാഴ്ചയാണ് എനിക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഇതിനൊക്കെ പരിപാലിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരൂല്ലേ? എന്നെ ഒന്നും ചോദിക്കേണ്ട, ഒക്കെ അപ്പച്ചനും ഇതിന്റെ ഉള്ളില് ഗാർഡനില് എല്ലാ കാര്യങ്ങൾക്കും അവര് കൂടെ ഉള്ളത് കൊണ്ട് നടന്നു പോവാന്നല്ലാതെ ഞാൻ അതിന്റെ ഒരു ഭാഗമാണ്. പ്ലാനുകൾ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി. മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ മെയിൻ്റെനൻസ് കംപ്ലീറ്റ് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരാണ് കൂടെ നിൽക്കുന്നത്. അവരും കൂടെ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും കൂടി നിന്ന് പോകുമ്പോ അത് ഭംഗിയാണ്. ഈ കൂടാരൊക്കെ കണ്ടില്ലേ, ഈ മുകളിലേക്ക് ഇങ്ങനെ, അതൊക്കെ വർഷങ്ങൾ നിന്നിട്ട് അത് വളരെ ഇപ്പോഴാണ് അതിന് എന്താ പറയാ ഇത്രയും പഴയതായി, ഇതാണ് അതിന്റെ ഒരു ഭംഗി എന്നൊക്കെ നമുക്ക് ഇപ്പൊ തോന്നണം. അതിന്റെ മെയിൻ റീസൺ അന്ന് എടുത്തതാണ്. അതായത് എന്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരുടെ അടുത്ത് ഞാൻ പറയാറുള്ളത് ഇത് എത്ര വർഷം എടുത്തിട്ടുണ്ടാവും ഇപ്പൊ ഇങ്ങനെയൊക്കെ ലെവലിലേക്ക് എത്തണമെങ്കിൽ? ഈ 10 വർഷമോ 7 വർഷം 6 വർഷം അങ്ങനെ. അതായത് പല സമയത്തായിട്ട് ഇപ്പൊ ഈ ഗാർഡൻ തന്നെ എന്റെ വീടുകൾ പല സമയത്ത് ഇപ്പോ വിറ്റ് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടി. നമുക്കത് വാങ്ങാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ഫാദറിനെ സംബന്ധിച്ച് ഇപ്പൊ ടൂറ് പോകാനോ അങ്ങനെ പോകാനൊന്നും താല്പര്യമില്ല. ആള് പറയുന്നത് ഇവിടെയാണ് സ്വർഗം, ഇവിടെ സ്വർഗം ആക്കുക എന്നുള്ളതാണ് ആളുടെ ഇഷ്ടം. അതാണ്. അപ്പൊ ആളെ മനസ്സും നിങ്ങളുടെ ഒരുമിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗാർഡൻ മുഴുവൻ കാണാനുള്ളത്. അത് ഇപ്പൊ ഈ കൂടാരൊക്കെ സത്യം പറഞ്ഞ കുറെ കാലത്തെ എൻ്റെ പല ഐഡിയകളെ കൂട്ടിച്ചേർത്തപ്പോൾ അത് ഒരു ഇതായിട്ട് വന്നത്. അതായത് ആദ്യം ഞാനിത് ഒരു ആൽമരം വളർത്താം എന്നുള്ള തീമായിരുന്നു, മെക്കാവനെ വളർത്താം എന്നുള്ള തീമായിരുന്നു. അതിനുശേഷം ലില്ലി മറ്റേ മുളയുണ്ടായിരുന്നു, മുള മാറ്റി പിന്നെ അതിനുശേഷം ഇപ്പം ഈ രൂപത്തിലേക്ക് എത്തി. അങ്ങനെയാണ്. അങ്ങനെ ഓരോ ടൈമിലും ഓരോ ഇതിലേക്ക് എത്തിപ്പെടുകയാണ്. ദീപക്കെ, ഞാൻ അവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഇതുവരെയുള്ള സമയം ഞാൻ അവിടെ ദീപക്കിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നവർക്ക് പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥയിലും അതെ, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് ആളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക്, ഇതിലൊക്കെ സജീവമാണ്. അപ്പോൾ ദീപക് ജോൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് എല്ലാ കാര്യങ്ങളും ആളെ ചെയ്യുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ദീപക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് പോകാനും തോന്നുന്നില്ല. പക്ഷെ അത് വൈൻഡപ്പ് ചെയ്യാണ്ടിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. അതുവരയ്ക്കും എല്ലാവർക്കും താങ്ക് യു.